ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസത്തിന് ശേഷമാണ് ഒന്ന് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കണ്ണട വച്ചിരിക്കുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് ഇറങ്ങിയതാണ്. വേറൊന്നുമില്ല, ഇപ്പോൾ വാടക കൊടുക്കാറായില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ എടുക്കണം ATM ൽ നിന്ന്. പൈസ എടുത്തിട്ട് വാടക കൊടുക്കണം. നമ്മൾ കേൾക്കാറുണ്ട് വാടക കുറച്ച് കിട്ടുന്നുണ്ട്, വാടക ചെറിയ അളവൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഹാരിസ് സമ്മതിക്കുന്നില്ല. നമ്മളാണ് ഈ കുവൈത്തിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ വാടക തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തു, ഈ മാസം കൊടുത്തു. അങ്ങനെ എന്തായാലും ഒരു 99% ആളുകൾക്കും വാടക കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ചില 1% കുവൈത്തികൾ ചില സ്ഥലത്തൊക്കെ വാടക ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. എന്നാൽ മിക്ക ആളുകളും വാടക കുറച്ച് കൊടുക്കാനൊന്നും തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് വാടകയുടെ കാര്യത്തിൽ വളരെയധികം പ്രശ്നമാണ്. കാര്യം ശമ്പളം കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് കേൾക്കാനിടയായി. അതായത് മെഹബുള്ള ഫീൽഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഫീഖ്, ഫിസിഷ്യനാണ് അവിടുത്തെ, പുള്ളിയുടെ വോയിസ് കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നത് അവിടെ വരുന്ന കേസുകളിൽ കുറേ കേസുകൾ ബക്കാലയിൽ നിന്നും വരുന്ന പോസിറ്റീവ് കേസുകളൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ കേസുകൾ, ബക്കാലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ സാധനങ്ങൾ മേടിച്ച് അതുമായി ബന്ധപ്പെട്ട് കുറേ കേസുകൾ അവിടെ വരുന്നുണ്ടെന്ന് അദ്ദേഹം വോയിസ് പറയുന്നുണ്ട്. കുറച്ച് ദിവസമായി ആ വോയിസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഇത് പിന്നെ ചെറിയൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് ഇട്ട്. നമ്മളിപ്പോൾ ഈ മെഹബുള്ള ഏരിയയിൽ ഞങ്ങളിപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല പേഷ്യൻ്റ് ലോഡ് കൂടുന്നുണ്ട്. ഈ പോസിറ്റീവ് കോൺടാക്റ്റുള്ള പേഷ്യൻറ്റും ഈ കോവിഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ നല്ല പേഷ്യൻസ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളീസിനും കുറേ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം ബേസിക്കലി ഇവർ വർക്ക് ചെയ്യുന്ന എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന നേരം കൂടുതൽ ആൾക്കാർ ഈ ബക്കാല ആണ് പറയുന്നത്. ഇപ്പോൾ ബക്കാലയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തുള്ള അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതൽ ഇപ്പോൾ വരുന്നത്. അപ്പോൾ പറ്റെങ്കിൽ നമ്മളെ മലയാളീസിനോട് നമുക്ക് അറിയുന്ന ആൾക്കാർ, മലയാളി ആൾക്കാർ ഉണ്ടെങ്കിൽ മാക്സിമം ബക്കാലയിലൊക്കെ പോകുന്നത് ഭയങ്കര ശ്രദ്ധിച്ച് പോകാനും പറയാം. പിന്നെ ബക്കാലയുള്ള ആൾക്കാരോട് നല്ലോണം എന്താ പറയുക, അവർ ആൾക്കാരായിട്ട് ഈ സാധനം എടുത്തു കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക, മാക്സിമം പ്രൊട്ടക്ഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറയാം. കാരണം ഈ ബക്കാലെ കൂടെ നല്ലോണം പടരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഗ്രൂപ്പിലൊന്ന് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം അതാണ്. ആരെങ്കിലൊക്കെ ബക്കാലകളിൽ പോകുന്ന ആളുകളൊക്കെ മാക്സിമം കെയർ ചെയ്യുക കേട്ടോ. കാരണം അത്രയ്ക്കും ചെറിയ സ്പേസിൽ ഒരുപാട് ആളുകൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാനും. അതിലൊക്കെ ഒരുപാട് ആളുകൾ ഓരോ സാധനങ്ങൾ തൊടുന്ന് പിടിക്കുന്ന ആളുകൾ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ വ്യാപിക്കാനായിട്ടുള്ള വളരെയധികം ചാൻസാണ് ബക്കാലകളിൽ. അപ്പോൾ അതുകൊണ്ട് ബക്കാലയിൽ പോകുന്ന ആളുകൾ മാക്സിമം പോകാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി മേടിക്കുക. അവിടെയും സേഫ് ആണെന്നല്ല, പക്ഷേ അതൊരു വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട്, സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു എയർ സർക്കുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ബക്കാലകൾ അതല്ല, വെന്റിലേഷൻ ഇല്ല, പ്രോപ്പറായിട്ട് വെന്റിലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ എയർ അവിടെ കിടന്നിട്ട് സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. അതന്നെ പറയാനുള്ളത്. കുവൈത്തിലെ സാഹചര്യം അറിയാമല്ലോ. ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ട്വീറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യമല്ലാത്ത കാര്യത്തിലൊന്നും പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് മാസ്ക് ഉണ്ട് കേട്ടോ, ഗ്ലൗ ഉണ്ട്, ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാര്യം ഓരോ ദിവസവും കൈവിട്ടു പോകുന്ന കുവൈത്തിലെ സ്ഥിതികൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നത്. പല പോസിറ്റീവ് കേസുകളും പല ആളുകൾക്കും തിരിച്ച് റൂമിലേക്ക് വിടാണ്. അതായത് ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യങ്ങളോ ഫെസിലിറ്റികളോ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വിടുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ആളുകൾ പോസിറ്റീവ് കേസുകൾ കൂടുന്നത് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല ആളുകളെയും തിരിച്ച് റൂമിലേക്ക് വിടാണ്, പോസിറ്റീവ് കേസുകളായിട്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഇതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്, സാറ്റർഡേ മുതൽ ഫുൾ കർഫ്യൂ ഒക്കെ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ മുതൽ ഓൺലൈൻ മീഡിയയിലൊക്കെ ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇന്നലെ തന്നെ അത് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും, അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പുറത്തുള്ള വെളിയിലുള്ള കുവൈത്തുകളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ കർഫ്യൂ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും അറിയില്ല, ചിലപ്പോൾ സാറ്റർഡേ മുതലും ഉണ്ടാകും. ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾ കെയർ ചെയ്യുക. ഇവിടെ സിറ്റുവേഷനൊക്കെ വളരെയധികം പരിതാപകരമാണ്. ഇത് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ് ഈ പറയുന്നതൊക്കെ, പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞ. പക്ഷേ പ്രൈവറ്റ് കമ്പനികൾക്ക് ജോലിയുണ്ട്, എന്താ ചെയ്യാം, അത് വേറൊരു കാര്യം. അതിൻ്റെ ഇതെന്താണ് ഇവർ ലോജിക്ക് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഓക്കെ, നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം കാണാം.
മറ്റേ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഞാൻ ന്യൂസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.